ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികളെ രണ്ടായി തരംതിരിക്കാമെന്ന് ഒരിക്കൽ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചത് ഓർമ്മ വരികയാണ്. ആക്സിഡൻ്റൽ ക്രിസ്ത്യൻസും കമ്മിറ്റഡ് ക്രിസ്ത്യൻസും. ആക്സിഡൻ്റൽ ക്രിസ്ത്യൻസ് ക്രിസ്തുമതത്തിൽ ജനിച്ചതുകൊണ്ട്, മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായതുകൊണ്ട്, ദേവാലയത്തിൽ കൊണ്ടുപോയി മാംസം മുക്കിയതുകൊണ്ട് മാത്രം ക്രിസ്ത്യാനികളായി ജീവിക്കുന്നു. ആഴമായ വിശ്വാസമോ പ്രാർത്ഥനയോ ഒന്നും അധികം കാണില്ല. ഭൗതികതയിൽ ആഴ്ന്നിറങ്ങിയ ജീവിതം. കമ്മിറ്റഡ് ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനികളാവുന്നു. അവർ ബോധപൂർവം ഈശോയെ സ്വീകരിക്കുന്നു. വചനത്തിൽ പറയുന്നത് പോലെ അവരിൽ ക്രിസ്തു ജീവിക്കുന്ന ഒരനുഭവം അവർക്കുണ്ടാവുകയാണ്. ഇന്ന് തിരുസഭയിൽ വിശുദ്ധ എഫ്രാസ്യാമ്മയുടെ തിരുനാൾ ആചരിക്കുകയാണ്. ഒരു കമ്മിറ്റഡ് ക്രിസ്ത്യനെ പോലെ അതിനേക്കാൾ അപ്പുറത്തേക്ക് പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ച മനോഹരമായ ഒരു ജീവിതം. ഈശോ എന്നും അവളിൽ വസിക്കുന്ന ഒരനുഭവം എഫ്രാസ്യാമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചലിക്കുന്ന സക്രാരി, നടക്കുന്ന സക്രാരി എന്നൊക്കെ മറ്റുള്ളവർ എഫ്രാസ്യാമ്മയെ വിശേഷിപ്പിക്കുമായിരുന്നു. എല്ലാവരെയും ഒത്തിരി സ്നേഹിച്ചു, മരിച്ചാലും മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച മനോഹരമായൊരു ജീവിതം. നമുക്കും ആ ഒരു ജീവിതം പ്രചോദനമായി തീരട്ടെ. നല്ലൊരു കമ്മിറ്റഡ് ക്രിസ്ത്യനായി ജീവിക്കുവാൻ കാരണമായി തീരട്ടെ. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.